ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമ. ഭസ്മോദ്ധൂളിതവിഗ്രഹം വരദചിന്മുദ്രാധരം സുന്ദരം കാഷായാം പരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദസുഖപ്രശോഭിതമുഖം വീരാസനേ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമ. ഹരി ഓം ഹരി. അമൃതസ്വരൂപികളായ ഭക്തജനങ്ങളെ, പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണഭൂതനായ ഭഗവാൻ അനന്തശായി ആദിനാരായണൻ്റെ കൃപാകടാക്ഷങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹപ്രസാദത്താൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരും എത്തിച്ചേരാൻ ആഗ്രഹിച്ചവരും ഇവിടെ വിചാരം ചെയ്യുന്നവരുമായ എല്ലാ ഭക്തജനങ്ങളുടെയും ലോകത്തിലെ സകല പ്രാണിവർഗങ്ങൾക്കും എല്ലാവിധമായ ക്ഷേമവും ഐശ്വര്യവും കീർത്തിയും എല്ലാം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. മഹത്തായിരിക്കുന്ന ഇവിടുത്തെ ആചാര്യ പരമ്പരയ്ക്ക് മുമ്പിൽ വിനീതമായ നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. ഭാഗവതത്തെയും ഭാരതീയ ദർശനങ്ങളെയും ലോകത്തിന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മഹാനായ ആചാര്യൻ പരമ പൂജനീയ ഭൂമാനന്ദ സ്വാമിജികളുടെ തൃപാദങ്ങളിലും ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് ഭാഗവതം സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിതത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് വിചാരം ചെയ്യുക. വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രഹ്ലാദ ചരിതത്തിലൂടെ നമുക്ക് വ്യാസഭഗവാൻ തുറന്നു കാണിക്കുന്നത്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ ഭക്തന്മാർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മാതൃക ആണിതിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ സുപ്രധാനമായിരിക്കുന്ന അതോടൊപ്പം രസകരമെന്ന് തോന്നാവുന്ന ഒരു കഥാബീജം പ്രഹ്ലാദ ചരിതത്തിൽ പരക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ കഥാതന്തുവിൽ നിന്ന് വിടരുന്നതായ പുഷ്പങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആധ്യാത്മിക ബോധത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഓരോ സാധകനെയും പിടിച്ചുയർത്തുന്നു. അത് പ്രഹ്ലാദൻ്റെ മാത്രം ചരിതമല്ല, ഭക്തന്മാരായിരിക്കുന്ന എല്ലാ സാധകന്മാരും ആത്മാന്വേഷണത്തിൻ്റെ പാതയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതികൂല സാഹചര്യങ്ങളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഭഗവാനിൽ മാത്രം ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയും കൂടി കാണിക്കുന്നു. അതേസമയം ഭഗവാനിൽ വിരോധഭക്തി വളർത്തി വരുന്ന നാസ്തികന്മാരായിരിക്കുന്നവരുടെയും കർമ്മവാസനയും സംസ്കാരവും കൊണ്ട് ഭഗവത് വിദ്വേഷികളായി തീർന്നിരിക്കുന്നവരുടെ ചരിതവും കൂടി ഇതിൽ സമന്വയിച്ചിട്ടുണ്ട്. ഭക്തപ്രഹ്ലാദൻ്റെ ചരിതം മാത്രമല്ല അതിലുള്ളത്, അതോടൊപ്പം തന്നെ കർമ്മവാസന ഹേതുവുമായിട്ട് കർമ്മവാസനകൾ കൊണ്ട് ഈശ്വരചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാസ്തികരുടെ ചരിതം കൂടി അതിൽ ഉൾക്കൊണ്ടിച്ചിട്ടുണ്ട്. ശുദ്ധമായിരിക്കുന്ന ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മഹത്തായിരിക്കുന്ന സാധനാ വഴികളും അത്യന്ത സൂക്ഷ്മവും ഗഹനങ്ങളുമായിരിക്കുന്ന
തത്വചിന്തകളും ഈ ഭാഗത്ത് സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സപ്തമസ്കന്ധത്തിലെ ഈ ഭാഗങ്ങളുടെ പ്രധാനമായിരിക്കുന്ന കാര്യം. ആദ്യമായിട്ട് സാമാന്യമായിട്ട് നമുക്ക് ഭഗവത് ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനോടൊപ്പം തന്നെ ഭഗവത് വിരോധിയായി ഭവിച്ചിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെയും കൂടി സ്ഥൂലമായിരിക്കുന്ന ജീവിത വർണ്ണനയിലേക്ക് അല്പമാത്രമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഓരോ ചരിതങ്ങളും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കഥ കേട്ട് നമുക്ക് ബാഹ്യമായി രസിക്കുവാനല്ല, അതിലെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളെ അറിഞ്ഞ് ജീവിതത്തിൽ ആചരിക്കുവാനും അതിൽ നിന്ന് ഊറി വരുന്നതായ ഭക്തിയുടെയും തത്വജ്ഞാനത്തിൻ്റെയും ആത്യന്തികമായിരിക്കുന്ന രസാനുഭൂതിയെ അനുഭവിക്കുവാനും കൂടിയാണ്. സ്ഥൂലമായിരിക്കുന്ന വിഷയരസമല്ല, അതിൽ സൂക്ഷ്മമായിരിക്കുന്ന രസത്തെ അനുഭവിക്കുന്നതിനും കൂടി വേണ്ടിയിട്ട്. പല കഥകളും എല്ലാ പുരാണ കഥകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതൊരു തത്വത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് മഹത്തുക്കളായിരിക്കുന്ന ഋഷീശ്വരന്മാർ ഉപദേശിച്ചിട്ടുണ്ട്. ആ കഥയുടെ സ്ഥൂലത്തിൽ കിടന്ന് നാം വ്യാപരിക്കുവാൻ പാടില്ല. എല്ലാ ദുഷ്ടവർണ്ണനകളുടെയും പിന്നിൽ ഒരു നിമിത്തമുണ്ട്. ഇപ്പോൾ കംസനും ശിശുപാലനും ദന്തവക്രനും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒന്നും തന്നെ പുരാണത്തിൻ്റെ ദൃഷ്ടിയിൽ നാം നോക്കുമ്പോൾ ദുഷ്ടകഥാപാത്രങ്ങളല്ല. അവരെ അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അവരിലൂടെ സാധനയുടെ വൈരുദ്ധ്യങ്ങളെ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് ആചാര്യന്മാർ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കഥാപാത്രത്തിൻ്റെയും, കംസൻ്റെ ആണെങ്കിലും ശിശുപാലൻ്റെ ആണെങ്കിലും ഹിരണ്യാക്ഷൻ്റെ ആണെങ്കിലും ഹിരണ്യകശിപുവിൻ്റെയും എല്ലാം പിന്നിൽ ഒരു നിമിത്തമുണ്ട്. അവരെല്ലാം പരമഭക്തന്മാരായിരുന്നു എന്നറിയാം. ഭഗവാന്റെ സന്തത സഹചാരികളായിക്കൊണ്ട് ഭഗവാനെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരുന്ന സദാ ഭഗവത് വിചാരത്തോടുകൂടി ഇരുന്നതായ ജയവിജയന്മാരാണ് സനകാദികളുടെ ശാപം നിമിത്തം 3 ജന്മങ്ങളിൽ ഭഗവാനോട് വിരുദ്ധത വെച്ച് പുലർത്തിക്കൊണ്ട്, വിദ്വേഷം പുലർത്തിക്കൊണ്ട് 3 ജന്മങ്ങളിൽ കഴിഞ്ഞു പോകേണ്ടി വന്നു. ഇവിടെ വിരോധം, ഭഗവാനോടുള്ള വിരോധമാണ് ഈ 3 ജന്മങ്ങളിലും ഈ 6 ജീവന്മാരിലും നാം കാണിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാനോട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഭഗവത് ഭക്തന്മാരാണ്, ശാപം നിമിത്തമാണ് അങ്ങനെ 3 ജന്മങ്ങൾ ജയവിജയന്മാർക്ക് ഉണ്ടായത്. ഇവർ ചെയ്ത എന്താണ്? പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുവാൻ ശ്രമിച്ച ഋഷീശ്വരന്മാരെ തടഞ്ഞു എന്നുള്ളതാണ്. ഇത് സാമാന്യമായി കേൾക്കുമ്പോൾ ഭഗവാനെ കാണാൻ ശ്രമിച്ചു, അവരെ തടഞ്ഞു. എന്നാൽ അതിൻ്റെ ആന്തരികമായിരിക്കുന്ന മറ്റൊരു തലമുണ്ട്. ഈശ്വരിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരെ തടയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇവിടെ സ്ഥൂലമായിരിക്കുന്ന ഒരു ഭഗവാനെ എന്തെങ്കിലും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടോ മറ്റൊരു കാര്യത്തിന് വേണ്ടിയോ സാമാന്യമായി കാണാൻ പോയപ്പോൾ വഴി തടഞ്ഞു എന്ന് നാം ചിന്തിക്കരുത്. പരമസ്വരൂപനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവാന്തർ വ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന ഒരു സത്യാന്വേഷകൻ്റെ അല്ലെങ്കിൽ സാധകൻ്റെ അല്ലെങ്കിൽ ഭക്തൻ്റെ, വിശ്വാസിയുടെ മാർഗത്തെ തടയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം.
ജീവന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം. അത് ഭഗവാനോട് കൂടി ചേർന്നുള്ളതായിരിക്കുന്ന വിശേഷമാണ് ഭഗവത് ദർശനമാണ്. അപ്പോൾ ഭഗവത് ദർശനത്തെ തടയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ലോകത്ത് ആരൊക്കെയാണോ ഭഗവത് ദർശനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അവരെ ആരൊക്കെയാണോ അതിന് തടയുന്നത്, അതാണ് ഏറ്റവും വലിയ ലോകത്തിലെ പാപം. അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളത്, ദോഷമായിട്ടുള്ളത്. എങ്കിലും ആ കർമ്മവാസനകൾ കൊണ്ട് ഭഗവത് ദർശനത്തിന് ശ്രമിച്ചവരെ, ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് എന്നുള്ള അഹങ്കാരത്തിൽ ആ കർമ്മവാസനകൾ പുറത്തു ചാടിയിട്ട് ഭഗവാനെ ദർശിക്കുവാൻ എത്തിയവരെ തടഞ്ഞവർ എന്നുള്ളതായിരിക്കുന്ന ആ കർമ്മത്തിൻ്റെ വാസന അവസാനിക്കുന്നിടം വരെയാണ് 3 ജന്മങ്ങളിൽ അവർക്ക് ശരീരമെടുക്കേണ്ടി വന്നു. ആ ശരീരമെടുക്കുമ്പോൾ ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന അവർ ചില ശാപമോക്ഷത്തിനായിട്ട് പറഞ്ഞിരുന്നു, ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാകണം, ഭഗവാനാൽ മാത്രമേ ഈ ശരീരം ഞങ്ങൾക്ക് നശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതായ ആ നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് ഓരോ ജന്മത്തിലും ഓരോരോ ശരീരങ്ങൾ എടുത്തപ്പോഴും ഭഗവത് അവതാരങ്ങൾ അവരുടെ ദുഃഖപൂർണമായിരിക്കുന്ന, ക്ലേശപൂർണമായിരിക്കുന്ന ആ ശരീരത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊടുത്തു. നമ്മളിവിടെ കംസവധമെന്നോ അല്ലെങ്കിൽ ശിശുപാലവധമെന്നോ രാവണവധമെന്നോ അല്ല കരുതേണ്ടത്. ക്ലേശപൂർണമായിരിക്കുന്ന ആ ശരീരത്തിൽ നിന്ന് ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന അവരെ ഭഗവാൻ അവതാരമെടുത്ത് അവരെ മോചിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ വിരോധം, ഭഗവാനോടുള്ള ആ വിരോധം അവർക്കെപ്പോഴും അവർ ഭഗവത് സ്മരണയായിട്ട് നിലനിർത്തുകയാണ്. ഭക്തിയേക്കാളേറെ എപ്പോഴെല്ലാമാണോ നമ്മൾ ഭഗവാനെ സർവദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് നാം പാത്രീഭവിക്കുമെന്ന്. വിരോധഭാവത്തിലൂടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ജന്മത്തിൻ്റെയും അന്ത്യകാലത്തും ഭഗവാനിൽ നിന്നുള്ളതായ ആ സ്മരണ കൈവെടിയുന്നില്ല. അങ്ങനെ ആ 3 ജന്മങ്ങളിൽ സനകാദികൾ ഹിരണ്യകശിപുവായും അതുപോലെ ഹിരണ്യാക്ഷനായും ജന്മമെടുത്ത് ഈശ്വരവിരോധം ചെയ്തപ്പോൾ ഭഗവാന് 2 അവതാരങ്ങൾ, വരാഹ മൂർത്തിയായും നരസിംഹമൂർത്തിയായും അവരുടെ ആ ക്ലേശത്തിൽ നിന്ന്, ആ ദേഹസംബന്ധമായിരിക്കുന്ന അഭിമാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചു. പിന്നീട് രാവണനും കുംഭകർണനുമായി പൂർവജന്മ വാസന നിമിത്തമുണ്ടായ പ്രവർത്തനങ്ങളിൽ നിന്ന് ലോകത്തിന് ദൂഷ്യങ്ങൾ സംഭവിച്ചപ്പോൾ അപ്പോഴും ആ വിരോധമായിരിക്കുന്ന വിചാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഭഗവത് സ്മരണയെ തന്നെ സർവദാ അവർ ഭഗവാന്റെ സ്വരൂപത്തെയായിരുന്നു സ്മരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് രാമനായി അവതരിച്ച് ശരീരസംബന്ധമായിരിക്കുന്ന അഭിമാനങ്ങളും തത്സംബന്ധമായിരിക്കുന്ന കർമ്മദോഷങ്ങളും ക്ലേശങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കി മോചിപ്പിച്ചു. വീണ്ടും സനകാദികളുടെ ശാപത്തിൻ്റെ ആവർത്തനം ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട് ജന്മമെടുത്തപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചുകൊണ്ട്
ദേഹസംബന്ധമായിരിക്കുന്ന ക്ലേശങ്ങളും പ്രവൃത്തികളും അഭിമാനങ്ങളിൽ നിന്നുമെല്ലാം അവരെ മോചിപ്പിച്ച് ആ 3 ജന്മങ്ങളിലുമുള്ള അവരുടെ ആ കർമ്മങ്ങൾ അനുഭവിച്ച് അവരെ വൈകുണ്ഠപ്രാപ്തിക്ക് ഹേതുഭൂതരാക്കി. നമ്മുടെ പുരാണങ്ങളും കഥകളും ഒക്കെ നമ്മൾ എടുക്കുമ്പം ഇവരെല്ലാവരും ശരീരമെടുത്ത് ഈ വിധമായിരിക്കുന്ന രാഗദ്വേഷാദികൾ വിരോധങ്ങൾ പ്രവർത്തിക്കുവാൻ കാരണം ഓരോരോ നിമിത്തങ്ങൾ കൊണ്ടാണ്. ഇതിനെല്ലാം കാരണം ഓരോരോ ഋഷിമാരല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്തിനാണ് അവരെ ഓരോരോ സന്ദർഭത്തിൽ ഇങ്ങനെ ശപിച്ചത്? ശപിച്ചത് കൊണ്ടല്ലേ അവർക്ക് ഈ അവസ്ഥകൾ വന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ നമ്മൾ ഒരു ശാപമാണ് മൂലമായിട്ട് കാണുന്നത്. ജയവിജയന്മാരൊരു തെറ്റ് ചെയ്തപ്പോൾ സനകാദികൾക്ക് അവരെ ഉപദേശിച്ചാൽ മതിയായിരുന്നു, അവരെ ശപിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുരാണ ഇതിഹാസങ്ങൾ നോക്കുമ്പോൾ അവിടെയെല്ലാം ശാപത്തിൻ്റെ നീണ്ടിയൊരു പരമ്പര മഹർഷീശ്വരന്മാരിൽ നിന്ന് കാണും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യം ചെറുതായിരിക്കുന്ന ഇവരുടെ പ്രവൃത്തികൾക്ക് അനുഭവിക്കുവാൻ ഋഷീശ്വരന്മാർ കൊടുത്ത കഠിനമായിരിക്കുന്ന ശാപമാണോ എന്ന് നമുക്കൊരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ. വിശ്വാമിത്രൻ ശപിച്ചിട്ടുണ്ട്, വസിഷ്ഠൻ ശപിച്ചിട്ടുണ്ട്, ദുർവാസാവ് ഓടി നടന്ന് എല്ലായിടത്തും ശപിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവരെ ഉപദേശിക്കേണ്ടതിന് പകരം വലിയ വലിയ ശാപങ്ങൾ കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ അധാർമികതകളിലേക്ക് ഇവരെ പ്രേരിപ്പിച്ചു വിടുകയായിരുന്നു എന്ന് നമുക്ക് മൊത്തം പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും അതിലെ കഥാസന്ദർഭങ്ങളുടെ ആദ്യ ബീജങ്ങളെ തേടുമ്പോൾ നമുക്ക് സംശയിക്കാം. ഇവിടെ ചെയ്യുന്നത് ഉള്ളിലുണ്ടായിരിക്കുന്നതായ ആ വാസനകളെ ഋഷീശ്വരന്മാരുടെ ശാപത്തിലൂടെ പുറത്തു ചാടിച്ച് ഇല്ലാതാക്കുകയാണ്. വാസനാബീജങ്ങൾ രാഗദ്വേഷാദികളുടെ അഭിമാനാദികളുടെ സംസ്കാര ബീജങ്ങൾ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് പുറത്തു ചാടി നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ ജീവൻ ശുദ്ധനായി തീരുകയില്ല. അപ്പോൾ ഉള്ളിലുള്ളതായ സകല ദുഷിച്ച വാസനാ ബീജങ്ങളെയും പുറത്ത് ചാടിച്ച് ആ പ്രവൃത്തിയിലൂടെ അവനെ ശുദ്ധ അന്ധകരണനാക്കി തീർക്കുകയാണ് ഇതിലൂടെ. അതാണ് ഇവിടെയും പ്രഹ്ലാദൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. പ്രഹ്ലാദ ചരിത്രത്തിലൂടെ സമാനമായിട്ട് ഭഗവത് വിരോധികളുടെ ചരിത്രവും കൂടി കാണും. ഭഗവാനിൽ നിന്ന് നമ്മൾ മനസ്സ് വേറിട്ടിരിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഭഗവാനിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാകാവുന്ന ക്ലേശങ്ങൾ, ആ ക്ലേശങ്ങളെ നമ്മൾ വകവയ്ക്കാതെ ആ ഭഗവാനിൽ മാത്രം നമ്മൾ മനസ്സിനെ എപ്പോഴും സ്ഥിരമായിട്ട് അചഞ്ചലമായിട്ട് നിർത്തിക്കൊണ്ടു പോകണമെന്ന് ഈ ചരിതം നമ്മളെ ഓർമ്മിപ്പിക്കും. സ്ഥൂലമായിരിക്കുന്ന ഇതിൻ്റെ കഥയിലേക്ക് അധികം കടക്കുന്നില്ല, എങ്കിലും ഇവിടെ സ്മരിക്കുന്നു. സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഭഗവാനെ തടഞ്ഞു നിമിത്തമാണ് ഹിരണ്യാക്ഷന് ദേഹനാശം സംഭവിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന ഹിരണ്യകശിപു ക്ഷുഭിതനായിത്തീരുകയാണ്. അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു. തൻ്റെ സഹോദരൻ്റെ നാശത്തിന് കാരണമായിരിക്കുന്ന വിഷ്ണുവിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി വിഷ്ണു ഭഗവാനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കുന്ന പരിശ്രമങ്ങളാണ്
ഈ സപ്തമസ്കന്ധത്തിൻ്റെ 2-ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുവിന് എതിരായി തീരുന്ന അസുരൻ രാജാവ് വിഷ്ണുവിനെ സേവിക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും എതിരായിത്തീരും. വിഷ്ണുവിനെ വധിക്കണം, വിഷ്ണുവിൻ്റെ സേവകന്മാരായിട്ടുള്ളവരെ വധിക്കണം, ഭക്തന്മാരായ പല വിധത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും ദ്രോഹങ്ങളും എല്ലാം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിഷ്ണുവിനെ സ്തുതിക്കുന്നതായ ദേവന്മാർക്കും പല വിധത്തിലുള്ളതായ ഉപദ്രവങ്ങളും ലോകത്ത് ചെയ്യുകയാണ്. ലോകത്തിന് മൊത്തം രക്ഷകനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെയും വധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷകനായി തനിക്ക് തീരണമെന്നുള്ളതായിരിക്കുന്ന അഹങ്കാരത്താൽ പലവിധമായിരിക്കുന്ന പ്രവൃത്തികളും ചെയ്യുകയാണ്. അപ്പോൾ യജ്ഞങ്ങൾ, ദാനങ്ങൾ, തപസ്സുകൾ, അർച്ചനകൾ ഇവയെല്ലാം ദേവന്മാർക്കും വിഷ്ണുവിനും ലോകര് മൊത്തം ചെയ്യുകയാണ്. അപ്പം മനുഷ്യർ ലോകത്ത് ചെയ്യുന്നതായിരിക്കുന്ന സ്തുതികളും അർച്ചനകളും യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും സ്തുതികളുമെല്ലാം ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ആ യജ്ഞ സംസ്കാരങ്ങൾ, യാഗകർമ്മങ്ങളൊക്കെ ദേവന്മാരുടെ ചൈതന്യത്തിനും ശക്തിക്കും കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയിലെ യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും അർച്ചനകളും വന്ദനകളും എല്ലാം നടത്തുന്നവരെയും വധിക്കണമെന്ന് അസുര രാജാവ് നിശ്ചയിക്കുകയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ മറ്റു ലോകങ്ങളിൽ മാത്രമല്ല ഭൂലോകത്തും ഈ അസുരാധിപൻ്റെ വലിയ കെടുതികൾ എങ്ങുമുണ്ടായിത്തീരും. ഋഷീശ്വരന്മാരെയും ബ്രാഹ്മണരെയും വൈദികന്മാരെയും എല്ലാം ഇല്ലാതാക്കി, വേദപാഠശാലകൾ ഇല്ലാതാക്കി, യജ്ഞശാലകൾ ഇല്ലാതാക്കി, അതുപോലെ ഈ വിധമായിരിക്കുന്ന എവിടെയെല്ലാം ഈശ്വരീയ കാര്യങ്ങൾ, ഭഗവത് കാര്യങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം വിരോധം, വിദ്വേഷം, നിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ലോകത്ത് മൊത്തം നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിതിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, ഹിരണ്യാക്ഷൻ ദേഹനാശം സംഭവിച്ച് ഭഗവാനാൽ വധിക്കപ്പെട്ട ആ ശരീരം കിടക്കുമ്പോൾ ആ ശരീരത്തെ നാശത്തിൽ ദുഃഖിക്കുന്നതായ ഹിരണ്യാക്ഷൻ്റെ ബന്ധുക്കളെ കാണിക്കും. അപ്പോൾ അവിടെ പോയി ആ ബന്ധുക്കളോട് തൻ്റെ സഹോദരത്തിൻ്റെ ദേഹനാശത്തിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് നമ്മുടെ അസുരാധിപൻ ഉപദേശിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. മഹത്തായിരിക്കുന്ന വേദാന്ത ദർശനങ്ങളാണ് അതിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ദേഹാഭിമാനത്തിൽ ദുഃഖിക്കേണ്ട എന്നും ജനനമരണാദികൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അത് ശരീരത്തിനല്ല, അത് ശരീരത്തിനാണ്, ആത്മാവിനല്ല എന്നും സമുദ്രത്തിലെ തിരമാലകൾ പോലെ ജീവിതങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും തൻ്റെ ഈ സഹോദരൻ്റെ ആത്മാവ് ഒരിക്കലും നശിച്ചിട്ടില്ല എന്നും അവൻ നിത്യനായി ഇരിക്കുന്നു എന്നുമെല്ലാമുള്ള ആ വാക്കുകൾ. അപ്പോൾ എന്താണ് പാരമാർത്ഥികമായിട്ടുള്ളത് എന്ന് അസുരാധിപന് അറിയാം. എന്താണ് സത്യമായിട്ടുള്ളത്, എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് വാസ്തവത്തിലുള്ളത് എന്ന് അറിയായിക കൊണ്ടല്ല ഇങ്ങനെ പ്രവർത്തിക്കും. അത് സാമാന്യമായിട്ട് നമ്മൾ നമ്മുടെ തത്വചിന്തയിലെ വിചാര പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഈശ്വരനെ അറിയായിക കൊണ്ടല്ല നമ്മൾ ഈശ്വരനെ പ്രാപിക്കാത്തത്. നമുക്ക് ഈശ്വരനിലുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ദൃഢതയില്ലാത്തത് കൊണ്ടാണ്. നമുക്കെല്ലാം ഈശ്വരനുണ്ടെന്നറിയാം, ഈശ്വര സാധന ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം, അതിൻ്റെ തത്വചിന്തകൾ എങ്ങനെയെന്നറിയാം, അത് വിചാരം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. അത് നമുക്ക് അറിയായിക കൊണ്ടല്ല,
മറിച്ച് അതിൽ നമുക്ക് വിശ്വാസവും ദൃഢതയും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും ഹിരണ്യകശിപുവിന് ശാസ്ത്രങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, തത്വങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, വിചാരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ ഉപദേശിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വേദാന്ത ആചാര്യനാന്ന് എടുത്തേക്കരുത്. കാര്യം ഇവിടെ വാക്കുകൾ അങ്ങനെ പറയുന്നുണ്ടേ എങ്കിലും പ്രവൃത്തി പദത്തിൽ അത് വരുന്നില്ല, മാതൃകയാകുന്നില്ല. ശ്രേഷ്ഠന്മാരാചരിക്കുന്നത് അനുവർത്തിക്കാം നമുക്ക്. പക്ഷെ ഇവിടെ ആചരണം വരുന്നില്ല, മറിച്ച് വാക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് വളരെ ശ്രദ്ധേയമാണ് ലോകത്തിലുള്ള കാര്യം. അപ്പം വിഷ്ണുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഭഗവാനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കഠിനമായിരിക്കുന്ന തപസ്സുകളും ഹോമങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുന്നതായിട്ട് ഉള്ളത് അധ്യായമാണ് പിന്നീടുള്ളത്. ആരെയാണോ ഈ ലോകത്തെല്ലാം ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നത്, തപസ്സിൻ്റെ ഫലമായിട്ട് ഏതൊരു ദേവനാണോ നമുക്ക് പ്രത്യക്ഷപ്പെടേണ്ടത്, നമുക്ക് അനുഗ്രഹം തരേണ്ടത്, എല്ലാ തപസ്സിൻ്റെയും യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും ഹോമങ്ങളുടെയും അർച്ചനകളുടെയും സാധനയുടെയും ഫലമായിട്ട് ഏതൊരു ഭഗവാന്റെ അനുഗ്രഹമാണോ നമുക്കുണ്ടാകേണ്ടത്, ആ ഭഗവാനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിരോധാഭാസം. അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം. തപസ്സിലൂടെയും യജ്ഞത്തിലൂടെയും യാഗത്തിലൂടെയും ദാനധർമാദികളിലൂടെയും അർച്ചനകളിലൂടെയും മഹത്തായിരിക്കുന്ന അദമ്യ ഫലത്തെ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് കിട്ടും. അത്യന്ത സൂക്ഷ്മങ്ങളായിരിക്കുന്ന ആ ഫലങ്ങൾ അതനുഷ്ഠിക്കുന്നതായ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ സാധകൻ്റെ ഇഹലോക പരലോകങ്ങൾക്ക് പുണ്യ ഫലത്തെ തരികയും പാപഫലത്തെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യും. പക്ഷെ ഏതൊരു പരമമായിരിക്കുന്ന ശക്തി വൈഭവത്തിൽ നിന്നാണോ സങ്കല്പത്തിലൂടെ ഉരുത്തിരിഞ്ഞെടുക്കുന്നതായ ഈ ശക്തി, യാഗത്തിലും യജ്ഞത്തിലും ഹോമത്തിലും അർച്ചനയിലുമെല്ലാം ആദ്യം ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ പുണ്യഫലം ഉണ്ടാകുന്നത്. ആ പുണ്യഫലം സൂക്ഷ്മമായിട്ടിരിക്കുകയും അത് നമ്മുടെ പാപത്തെ നശിപ്പിക്കുകയും നമുക്ക് ശ്രേയസ്സിനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഫലങ്ങൾക്കെല്ലാം ഉറവിടമായിട്ടിരിക്കുന്ന സ്ഥാനം ഏതാണോ, ആ സ്ഥാനത്തോട് വിരോധം വെച്ചുകൊണ്ടാണ് ഈ യാഗകർമാദികൾ അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിരോധം. ഏതായാലും അങ്ങനെ മഹത്തായിരിക്കുന്ന തപസ്സുകളും കഠിനമായിരിക്കുന്ന യാഗങ്ങളും എല്ലാം ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് തന്നെ ദേവന്മാരെല്ലാം അവരുടെ ലോകങ്ങൾ വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. തപശക്തി കൊണ്ട് തന്നെ ദേവാദികളെല്ലാം അവരുടെ ലോകങ്ങൾ വിട്ടുപോയി അവിടെയെല്ലാം നമ്മുടെ അസുരാധിപൻ്റെ അധീനതയിലായി തീരുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് സങ്കടം പുരാണങ്ങളിലെല്ലാം ഉള്ളതാണ്. ലോകർക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവും. ബ്രഹ്മാവ് പിന്നെ അത് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വിഷ്ണു ശിവൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവും, ഒരു അവതാരം ഉണ്ടാവും എന്നുള്ള പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കഥ. അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കുന്ന സങ്കടം കേട്ടുകൊണ്ട് ഈ സങ്കടത്തിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അസുരനെ, ദേവന്മാരുടെ സങ്കടം കേട്ടിട്ട് അസുരനെ സമീപിക്കുന്ന ബ്രഹ്മാവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ തപസ്സിലും ആ പ്രവർത്തനത്തിലും ആകൃഷ്ടനായി പോകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നമ്മുടെ ഇന്നത്തെ ലോകത്തിലും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതായിരിക്കുന്ന ബ്രഹ്മാവ് അസുരൻ്റേതായിരിക്കുന്ന ആ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായിട്ട്
ആസുരീയമായിരിക്കുന്ന ഭാവങ്ങൾക്ക് കൂടുതൽ പ്രചോദനമേകത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ഇഷ്ടവരങ്ങളെ നൽകുന്നു എന്നുള്ളത്. ആ വരമാണ് അസുരാധിപനെ കൂടുതൽ അധാർമികതകളിലേക്ക് നയിക്കുന്നത്. അദ്ദേഹം പ്രത്യേകമായിരിക്കുന്ന വരങ്ങൾ മേടിക്കുന്നുണ്ട്. ഗ്രഹത്തിൻ്റെ അകത്തോ പുറത്തോ വെച്ച് തന്നെ വധിക്കാൻ പാടില്ല, രാത്രിയിലോ പകലോ വധിക്കാൻ പാടില്ല, ബ്രഹ്മാവിനാൽ സൃഷ്ടമായിരിക്കുന്ന ഒന്നിനാലും വധിക്കപ്പെടാൻ പാടില്ല, അതുപോലെ മൃഗത്തിനാലോ മനുഷ്യനാലോ പാടില്ല, ആയുധങ്ങളാലോ ഒക്കെ പാടില്ല എന്നുള്ളതായ വിശദമായിട്ട് നമുക്കറിയാവുന്നതായിരിക്കുന്ന ആ വരം. ത്രികാലങ്ങളാലും ഞാൻ ഇല്ലാതാകരുത് എന്നുള്ള അഹങ്കാരിയായിരിക്കുന്ന ജീവന്റെ ദുരാഗ്രഹമാണ്. ഞാൻ ഇല്ലാതാകണമെന്ന്, നമ്മുടെ ശരീരം ഇല്ലാതാകണമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. ശരീരമെന്നും നിലനിൽക്കണം, ഒന്നിനാലും ഈ ശരീരം ഇല്ലാതാകരുത് എന്നുള്ളതായ, അല്ലെങ്കിൽ ഈ ശരീരം നശിക്കുന്നതാണ് എന്നുള്ളതായ വിചാരമില്ലായ്മ കാണിക്കും. അങ്ങനെ ത്രികാലങ്ങളെയും കാലങ്ങളെയും ദേശത്തെയും സമയത്തെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ അഹങ്കാരി ജീവന്റെ ആഗ്രഹമാണ് ആ വരത്തിലൂടെ നാം വ്യക്തമാണ്. നമ്മളോടും ഒരു വരം, എന്താ വരം വേണ്ടേ, എല്ലാവരും കരുതിയിരിക്കണം. ഒരു വരം ചോദിച്ചാൽ, എന്താ വരം വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചാൽ പറയാൻ എല്ലാവരും കരുതിയിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ ആ ഹിരണ്യകശിപു ഗർവിഷ്ഠനായിട്ട് പിന്നെ എല്ലാ ലോകങ്ങളിലും ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെയാണ് പിന്നെ സവിസ്തരം വർണ്ണിച്ചിരിക്കുന്നത്. പ്രഹ്ലാദചരിതമാണെങ്കിലും അതിൻ്റെ ആദ്യം കാണുന്നത് മൊത്തം ആ അധ്യായത്തിൽ അസുരാധിപൻ്റെ ദുഷ്ചെയ്തികളാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ അദ്ദേഹം ചില നിബന്ധനകളും ഏർപ്പെടുത്തുകയുണ്ടായി. അർച്ചനകളും ഹോമങ്ങളും യാഗങ്ങളും എല്ലാം തൻ്റെ പേരിലാക്കി. തന്നെ സ്തുതിക്കുക, വിഷ്ണുവിനെ സ്തുതിക്കേണ്ട, ശ്രീഹരിയെ സ്തുതിക്കേണ്ട, തന്നെ ഭജിക്കുക. പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഹിരണ്യകശിപുവിനെ പ്രാർത്ഥിക്കുക. ഹോമങ്ങൾ ചെയ്യണമോ? അതിൽ മുഖ്യ ദേവതയായിട്ട്. യാഗങ്ങൾ അനുഷ്ഠിക്കണോ? അതിൽ മുഖ്യ ദേവതയായിട്ട് സങ്കല്പിക്കുക. അർച്ചനകൾ ഉണ്ടോ? ഏതായാലും സഹസ്രനാമമൊന്നും ഈ ഭാഗത്ത് പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഭക്തന്മാരിനി ഹിരണ്യകശിപുവിൻ്റെ സഹസ്രനാമമോ അഷ്ടോത്തരോ ഏതായാലും വ്യാസഭഗവാൻ അങ്ങനെ ഇങ്ങനെ സ്തുതിച്ചു എന്നിതിൽ എഴുതിയിട്ടില്ല. ഏതായാലും ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയ അർച്ചനകളും ഹോമങ്ങളും യാഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഭഗവാന്റെ പേരിലാക്കേണ്ടതിന് പകരം ആ അസുരദേഹത്തിൽ അഭിമാനിയായിരിക്കുന്ന തൻ്റെ ശരീരത്തിൻ്റെ മേലാക്കി എല്ലാം കൽപ്പിക്കുക. അതിൽ സമാനമായിരിക്കുന്ന മറ്റൊരു ഈശ്വരനെ, താൻ ഈശ്വരനാണ്, നാസ്തികനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അത് നമ്മുടെ ലോകത്തിപ്പോൾ കാണുന്നവരാണ്. ഈശ്വരവിശ്വാസം ഇല്ലെന്ന് പറയുന്നവരും അർച്ചനകളും പരിപാടികളും ഒക്കെ നടത്താറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എല്ലാം തനിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. കാഴ്ചദ്രവ്യങ്ങൾ, ത്രിമൂർത്തികൾ ഒഴികെ എല്ലാവരും കാഴ്ചദ്രവ്യങ്ങൾ അസുരാധിപനാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ക്രൂരമായിരിക്കുന്ന ശാസനകൾ കൊണ്ട് ലോകത്തിൽ സത്യധർമാദികൾ ഇല്ലാതാവുകയാണ്. ആ സത്യധർമാദികൾ ലോകത്തില്ലാതായി കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ കാലാകാലങ്ങൾ അവതരിക്കുന്നു എന്നുള്ള പ്രമാണം. ആ ഭഗവത് വാക്യത്തെ സത്യമാക്കുന്നതിനായിട്ടാണ് നമ്മൾ പിന്നീടുള്ളതായിരിക്കുന്ന അധ്യായങ്ങളെ കാണുന്നത്. അങ്ങനെ ലോകവാസികളെല്ലാം ഭഗവാനെ ഭജിച്ചു. അപ്പോൾ ഭഗവാനിൽ നിന്ന് അശരീരി ഉണ്ടായി. നിങ്ങളുടെ സങ്കടങ്ങളെയെല്ലാം, ഇപ്പോൾ സമയമായില്ല, സങ്കടങ്ങളെയെല്ലാം തീർത്തും തരുന്നതാണ് എന്ന് അശരീരിയുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കഥ വരികയാണ്. എപ്പോഴാണോ തപസ്സിന് പോയിരുന്നത്
ഹിരണ്യകശിപു തപസ്സിന് പോയിരുന്നത് ആ സമയത്ത് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളതായ ദേവന്മാരുടെ നേതൃത്വത്തിൽ അസുരാധിപൻ്റെ ലോകത്തെ ആക്രമിക്കുകയും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കയാതു ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായിരുന്ന ആ കയാതുവിനെ ഇന്ദ്രൻ വലിച്ചഴച്ചു കൊണ്ടുപോവുകയും വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നാരദ മഹർഷി അതിനെ തടയുകയുണ്ട്. ഗർഭിണിയായിരിക്കുന്ന കയാധുവിനെ വധിക്കുവാൻ പാടില്ല, അധർമ്മം ചെയ്യുവാൻ പാടില്ല, അത് ലോകത്തിനും ദേവധർമ്മത്തിനും ചേർന്നതല്ല എന്നുകൊണ്ട് തടയുകയും അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ആ കയാധുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആശ്രമത്തിൽ പാർപ്പിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ശുദ്ധമായിരിക്കുന്ന ഭഗവത് ധർമ്മങ്ങളെയും ഭഗവത് ഭക്തിയെയും ആത്മീയ തത്വങ്ങളെയും ഈശ്വര ഉപാസനാ വിധികളെയും സമ്പൂർണമായിട്ട് ആ കയാതുവിന് പകർന്നു കൊടുക്കുന്നു. ഗർഭാവസ്ഥയിൽ അപ്പോൾ ഇരിക്കുകയായിരുന്നു പ്രഹ്ലാദൻ. അവർ 4 സഹോദരങ്ങളും ഒരു സഹോദരിയുമാണെന്നാണ്. പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, ഹ്ലാദൻ, ഈ 4 പേരും ഒരു സഹോദരിയും ചേർന്ന 5 അംഗ കുടുംബമാണ്. പക്ഷെ അതിൽ പ്രഹ്ലാദൻ ഒഴികെ എല്ലാവരും പിതാവിനെ പോലെയാണ്. ശ്രീഹരിയിൽ ഭക്തിയില്ല, വിരോധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരൊക്കെ നശിച്ചു പോവുകയാണ്. അങ്ങനെ ഭഗവാനിൽ ആ ജന്മം കൊണ്ട് തന്നെ ആ ഭഗവത് ഭക്തി സമ്പൂർണമായിട്ട് ഉണ്ടായി. ഇതും നമ്മൾ ലോകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുമ്പോൾ തന്നെ ഭഗവത് ഭക്തി സമ്പൂർണമായിരിക്കുന്ന കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതായ കുട്ടി, അവനിലുണ്ടാകുന്നതായ അവന് പ്രാരാബ്ധവശാൽ പുതിയ ശരീരം എടുക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ പൂർവജന്മത്തിൽ നാം ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നാം അനുഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്നതായിരിക്കുന്ന കർമ്മങ്ങളും വാസനാബലങ്ങളും കൊണ്ടാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ജന്മമെടുക്കുന്നത്. അങ്ങനെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് മരണാനന്തരം പരലോകങ്ങളിൽ പോയി ആ പരലോകങ്ങളിലിരുന്ന് പുണ്യപാപങ്ങളെ അനുഭവിച്ചിട്ട് അവശേഷിക്കുന്ന അനുശയം എന്ന് പറയുന്ന സംസ്കാരത്തോടുകൂടി, അനുശയം എന്നാണ് അതിന് പറയുന്നത്, ആ സംസ്കാരത്തോടുകൂടി, അനുശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് പുണ്യമോ പാപമോ എന്ന് കരുതുക. ആ എണ്ണ നമ്മൾ ഒഴിച്ചു കളഞ്ഞാലും ആ പാത്രത്തിൽ എണ്ണമയം ഉണ്ടാകും. എന്നതുപോലെ നാം മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് പുണ്യമോ പാപമോ ഉണ്ടായാൽ മരണശേഷം പുണ്യത്തിനനുസരിച്ച് സ്വർഗാദി ലോകങ്ങളും പാപത്തിനനുസരിച്ച് പലവിധമായിരിക്കുന്ന നരകാദി ലോകങ്ങളിലും, ഭാഗവതത്തിലൊക്കെ 10, 27, 28 നരകങ്ങളാണ്. ഇപ്പം ധാരാളം പലതരത്തിലുള്ള ടൈപ്പ് നരകങ്ങളൊക്കെ പുതുതായിട്ടുണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് പോയി അവിടെ ആ ഫലത്തെ അനുഭവിച്ചതിന് ശേഷം അനുശയം എന്ന് പറയുന്നതായിരിക്കുന്ന സംസ്കാര വിശേഷം കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം എടുക്കുന്നതിന് വേണ്ടി അതിനനുസൃതമായിരിക്കുന്ന മാതൃശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായ ജീവനോടുകൂടി പ്രാരാബ്ധമുണ്ട്. ആ പ്രാരാബ്ധത്തെ നശിപ്പിക്കുവാൻ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നതായ ഭഗവത് ശ്രവണം കാരണമായി തീരുമെന്നുള്ള സുപ്രധാന കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ജന്മത്തിലെ ഏതോ ദോഷം കൊണ്ടാണെങ്കിൽ ആ ദോഷത്തെ ആ ഗർഭാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നാരദ മഹർഷിയിൽ നിന്നുള്ള ഭഗവത് കഥാശ്രവണത്തിലൂടെ ഇല്ലാതായി പരിപൂർണമായിരിക്കുന്ന ഭഗവത് ഭക്തിയോടുകൂടിയാണ്, ശാസ്ത്രബോധത്തോടുകൂടിയാണ്, തത്വവിചാരത്തോടുകൂടിയാണ്, ആചരണത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്.
ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഇത്രയ്ക്ക് ഭക്തിയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതായ ഒരു സന്ദർഭം. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പ്രഹ്ലാദനെ പ്രായമായപ്പോൾ പിതാവ് 5 വയസ്സിലാണ് ഈ സംഭവങ്ങൾ എന്നാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അസുര ഗുരുവിൻ്റെ പുത്രന്മാരുടെ അടുത്ത് അയക്കുക. പ്രാഥമികമായിരിക്കുന്ന ചില വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പ്രഹ്ലാദൻ പിതാവിൻ്റെ അടുത്ത് വരുമ്പം വാത്സല്യപൂർവം തൻ്റെ പുത്രൻ എന്നുള്ളതായിരിക്കുന്ന പുത്രാദികളിലുള്ള അഭിമാനത്തെ, ദേഹാദികളിലുള്ള അഭിമാനത്തെ ശരിക്കും ഹിരണ്യകശിപിയിലൂടെ ഉദാഹരിക്കുന്നുണ്ട്. തൻ്റെ വിരോധിയാണെങ്കിലും തൻ്റെ ശത്രുവിനെ ആയിരിക്കുന്ന ഭഗവാനെ അനുകൂലിയാണെങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ശത്രുവായിരിക്കണം. എങ്കിലും ദേഹാഭിമാനം കൊണ്ട്, പുത്രാദികളിലുള്ളതായിരിക്കുന്ന അഭിമാനം കൊണ്ട് വാത്സല്യപൂർവ്വം പെരുമാറുന്നത് നമുക്കിവിടെ കാണാം. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെ പഠിച്ചു എന്നെല്ലാം ചോദിക്കുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ലോകവ്യവഹാരത്തിന് അതിൻ്റെ അനിത്യത്തെയാണ് തുറന്നു കാണിക്കുന്നത്. ഈ ദേഹാദി സംഘാതങ്ങൾ എപ്പോഴും ദുഃഖപൂർണമാണ്. ഞാനെന്നും നീയെന്നുമുള്ളതായിരിക്കുന്ന ഭേദബുദ്ധി നമുക്ക് നാശം തരുന്നതാണ്. ശരീരമെടുത്തിട്ടുള്ളവരെല്ലാം ശരീരാഭിമാനികളാണ്. ശരീരത്തിൽ അഭിമാനിക്കുന്നവർക്ക് ഞാനെന്നും നീയെന്നുമുള്ളതായിരിക്കുന്ന ദ്വൈത ഭാവനയുണ്ടാകും. ആ ദ്വൈതഭാവന പലവിധമായിരിക്കുന്ന ക്ലേശങ്ങൾക്ക് കാരണമായി തീരും. തന്നിമിത്തമായിട്ട് നിരവധി ദുഃഖങ്ങൾ അതിനെ അനുവർത്തിച്ചു വരും. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വേറിട്ട് വനത്തിലെങ്ങാനും പോയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടവും സാധുവായിട്ടുള്ളതുമെന്നാണ് പ്രഹ്ലാദൻ തൻ്റെ പിതാവിന് നൽകുന്നതായ മറുപടി. അത് കേട്ടുകഴിഞ്ഞാൽ പിതാവിന് വളരെയധികം ദേഷ്യമുണ്ടാകും. അപ്പോൾ സാധുവായിട്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള പിതാവിൻ്റെ ചോദ്യത്തിന് പുത്രൻ നൽകുന്നത് ഈ ഭൗതികപരമായിരിക്കുന്ന സകലതും ത്യജിച്ചുകൊണ്ട് വനത്തിലേക്ക് പോവുക എന്നുള്ളത്. ഇവിടെ വനം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കാട്ടിൽ പോയിരിക്കുക എന്ന് വിചാരിക്കരുത്. വനത്തെ ബുദ്ധിയുടെ പ്രതീകമായിട്ടാണ് കരുതുന്നത്. വനത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമണ്ഡലത്തിൽ ഈശ്വരനെ പ്രവേശിപ്പിച്ചുകൊണ്ട് സ്ഥൂലമായിരിക്കുന്ന സകല വിഷയങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആ വിഷയ വൈരാഗ്യത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വനത്തിൽ പോയിരിക്കുക, വനശബ്ദം കൊണ്ട് വെറും കാടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിതാവ് കാട്ടിലൊരു കൊട്ടാരം വെച്ച് കൊടുത്തതിനെ ദേഷ്യപ്പെടുകയില്ല. അങ്ങനെ ഈശ്വരനിലേക്ക് പോവുക എന്നുള്ള അർത്ഥം ആണ് അദ്ദേഹത്തിന്. അപ്പം നശിക്കുന്ന വസ്തുക്കളായിരിക്കുന്ന ദേഹാദികളിലുള്ള ആഗ്രഹം, ഗ്രഹവാസം അല്ലെങ്കിൽ ലോകവാസം, അത് കൂപമണ്ഡൂകത്തിൻ്റെ ജീവിതത്തിന് തുല്യമാണ്. അതുകൊണ്ട് അത് പരിത്യജിക്കണം എന്നുള്ളതാണ്. എന്നിട്ടോ വിഷ്ണുവിൽ, ശ്രീഹരിയിൽ പരമമായിരിക്കുന്ന ഭക്തിയെ ഉണ്ടാകണം എന്ന്. വീണ്ടും ഇദ്ദേഹത്തെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടി ഉപദേശമൊക്കെ കൊടുത്തു. ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കഥകളൊക്കെ അറിയാം. ഈ വിധത്തിൽ പോരാ, വിഷ്ണു ഭക്തി ഇല്ലാതാക്കി തീർക്കണം എന്നെല്ലാം പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുക്കന്മാർ ചോദിക്കുന്നുണ്ട്, ഈ വിഷ്ണുവിൽ എങ്ങനെയാണ് ഇത്രയ്ക്ക് ഭക്തി നിനക്കുണ്ടാകുവാൻ കാരണം എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, വിഷ്ണു എല്ലാവരിലുമുണ്ട്. ഇത് പ്രധാനമായിരിക്കുന്ന ഒരു മറുപടിയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ആ തൂണിൽ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം നേരത്തെ കൊടുക്കുകയാണ്. വിഷ്ണു എല്ലാവരിലുമുണ്ട്. വിഷ്ണു ഇല്ലാത്തതായിരിക്കുന്ന ഒരു സംഭവമില്ല. ആ തൂണിലിരിക്കുന്നതായ വിഷ്ണുവിനെ ആ പ്രഹ്ലാദൻ്റെ സങ്കല്പത്തിലൂടെയാണ് ഉണ്ടായത്. ആ തൂണിലും കണ്ടതുകൊണ്ടാണ്. തൂണിൽ കാണുന്നുണ്ട്. ആ വിഷ്ണു എല്ലായിടത്തുമുണ്ട്. ആ വിഷ്ണുവിനെ
ജീവന്മാർക്ക് കാണുവാൻ കഴിയാത്തത് മായ കൊണ്ടാണ്. ആ മായയെ മറികടന്നാൽ വിഷ്ണുവായി, ഭഗവത് ഭക്തിയായി എന്ന് പറയുകയാണ്. അങ്ങനെ ഇതുകൂടി അറിയിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിന് വളരെയധികം കോപമായി. ഇവൻ ഹരിഭക്തനാണ്, നമ്മുടെ ശത്രുവിൻ്റെ ഭക്തനാണ്, പിതാവിൻ്റെ സഹോദരനെ വധിച്ച വിഷ്ണുവിൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് നമുക്കും ശത്രുവാണ്, വധിക്കണം. അസുരവൃക്ഷമാകുന്ന ചന്ദനത്തെ വെട്ടുവാനുള്ളതായിരിക്കുന്ന കോടാലിയാണ് വിഷ്ണു, അതിന് തടിയായി തീർന്നിരിക്കുന്നവനാണ് ഇവൻ, അതുകൊണ്ട് ഇവനെ വധിക്കണം എന്ന് പറഞ്ഞ് ശ്രമിക്കുകയാണ്. വീണ്ടും അതുകൊണ്ട് പല വിധത്തിലുള്ളതായിരിക്കുന്ന ശകാരങ്ങളെ കൊണ്ടും ദണ്ഡനങ്ങളെ കൊണ്ടുമൊക്കെ വീണ്ടും പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുകയാണ്. അങ്ങനെ ഗുരുക്കന്മാർ പല വിധത്തിലുള്ള ദണ്ഡനത്തിലൂടെ വിഷ്ണുവിന് വിരോധമായിട്ടും ലോകവ്യവഹാരങ്ങൾ അവർ പഠിപ്പിച്ചതെല്ലാം എന്താണ്? ലോകം ജീവന്മാർക്ക് സുഖിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പിന്നീടുണ്ടായ ചാർവാക ദർശനമാണ്. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം. ധനം, ധാന്യം, സമ്പത്ത്, ഭാര്യ, പുത്രാദികൾ ഇവ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലോകം. അതിനു വേണ്ടിയിട്ട് ഉപകരിക്കുന്ന വിദ്യയാണ് നാം പരിശീലിക്കേണ്ടത് എന്നാണ്. ശിഷ്യൻ എന്നുള്ള രീതിയിൽ പ്രഹ്ലാദൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടേ എങ്കിലും മനസ്സിലെപ്പോഴും ഹരിഭക്തി നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും വീട്ടിലെത്തുന്നതായിരിക്കുന്ന പിതാവ് ചോദിച്ചു, നീ വീണ്ടും ധാരാളം പഠിച്ചുവല്ലോ, എന്താണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ പറയുന്നതാണ് നമുക്കെല്ലാം സുപരിചിതമായ നവവിധ ലക്ഷണത്തോടു കൂടിയുള്ള ഭക്തി. ഭഗവാനിൽ എങ്ങനെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ വിധമായിരിക്കുന്ന നവവിധ ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്, അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, അതാണ് ഞാൻ പഠിച്ചത്, എനിക്കറിയാവുന്നു. അവിടുന്ന് പഠിപ്പിച്ചത് ഇതൊന്നുമല്ല, എങ്കിലും ഇതാണ് ഞാൻ പഠിച്ചത്, ആ നവലക്ഷണ ഭക്തിയെയാണ്. ഇതോടുകൂടി പ്രഹ്ലാദനെ വധിക്കുവാൻ വേണ്ടി തന്നെ അസുരാധിപൻ നിശ്ചയിക്കുകയാണ്. അതിന് അദ്ദേഹം പുത്രനാണെങ്കിലും പുത്രനെ വധിക്കുവാൻ വേണ്ടി അദ്ദേഹം പല ദൃഷ്ടാന്തങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം നമുക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ ശരീരത്തിലെ ഒരംഗത്തിന്, ഒരവയവത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ അവയവം മുറിച്ചു കളഞ്ഞേ പറ്റത്തുള്ളൂ. പുത്രൻ നമ്മുടെ ഭാവി വാഗ്ദാനമാണ്, അടുത്ത അസുരാധിപനാണ്. എങ്കിലും ഇപ്പോൾ ഈ അസുരലോകത്തിന് തന്നെ നാശം വരുത്തുന്നതായ ഹരിയെ സ്തുതിക്കുകയും ഹരിക്ക് വേണ്ടിയിട്ട് ഹരിഭക്തിയെ വളർത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഈ അസുരകുലത്തിനും നമുക്കും നാശമായിരിക്കുന്നതിനാൽ ആ അവയവത്തെ, ആ അംഗത്തെ നാം മുറിച്ചു കളയണം എന്നാണ്. അതുപോലെ തന്നെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിതകാരിത്വമാണ് പുത്രൻ്റെ ലക്ഷണം. ഹിതകാരിത്വമാണ് പുത്രൻ്റെ ലക്ഷണം. പിതാവിന് വേണ്ടിയിട്ട് ഹിതത്തെ ചെയ്യുന്നവനാണ് പുത്രൻ. ഇവിടെ ചെയ്യുന്നത് പിതാവായ തനിക്ക് ഹിതമല്ല ചെയ്യുന്നത്, അഹിതമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ടതാണ് എന്ന്. ഇപ്പോൾ ഒരു ഔഷധം കാട്ടിലാണ് കിടക്കുന്നത് എങ്കിൽ അതൊരു ഔഷധമാണെങ്കിൽ കാട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് നാട്ടിൽ നട്ടു നനച്ച് വളർത്തി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ മകനല്ലെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഉപകാരം ചെയ്യിക്കാം. പക്ഷെ ഇതങ്ങനല്ല, പുത്രനായിട്ടും വിരോധം ചെയ്യുന്നതിനാൽ ശത്രുവാണ്, വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രഹ്ലാദനെ വധിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്നതായ ശ്രമങ്ങളാണ് പിന്നീടുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്. വധിക്കുവാൻ കൽപ്പിക്കുന്നതായ നിമിഷത്തിൽ തന്നെ ഉഗ്രമായിട്ട് അലറിക്കൊണ്ട് ആ അസുരന്മാർ കൂർത്തുമൂർത്ത ശൂലങ്ങളെ കൊണ്ട് പ്രഹ്ലാദൻ്റെ മർമ്മസ്ഥാനങ്ങളിൽ കുത്തുന്നു. പക്ഷേ മുറിവേൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് മുറിവേൽക്കാത്തത്? ഭഗവാനും പ്രഹ്ലാദനും ഒന്നായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ആ മുറിവേൽക്കില്ല. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നൈനം ചിന്തന്തി ശസ്ത്രാണി. ഈ എല്ലാ തത്വങ്ങളിലും ഈ പ്രഹ്ലാദ കഥയുടെ ഓരോ ഭാഗത്തും
അനുവർത്തനീയമാണെന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം. അതുപോലെ തന്നെ ആനകളെ കൊണ്ട് കുത്തിക്കുന്നു. ആനയും ഭഗവാൻ തന്നെ. ഭഗവാനിൽ ആനയുണ്ട്, ആനയിൽ ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് അവിടെ കുത്തുന്നത്. ആനയിലും ഭഗവാനെ പ്രഹ്ലാദൻ കാണുന്നു, പ്രഹ്ലാദനിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആ കുത്തവിടെ ഏൽക്കുന്നില്ല. അതുപോലെ വിഷം പാമ്പുകളെ കൊണ്ട് കൊത്തിക്കുന്നു, വിഷം കുടിപ്പിക്കുന്നു, പലവിധമായിരിക്കുന്ന മന്ത്രപ്രയോഗങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നു. സകല മന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും എല്ലാം നാഥനായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ഭക്തന് മറ്റൊന്നിൽ നിന്നും യാതൊരു വിധമായിരിക്കുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു, സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തുന്നു. സമുദ്രത്തിൻ്റെയും അധിവാസ ദേവതയായിട്ടിരിക്കുന്ന, സമുദ്രാന്തർഗതനായിട്ടിരിക്കുന്നു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആ സമുദ്ര അന്തർഗതനായിരിക്കുന്ന ഭഗവാനിലേക്ക് തന്നെയാണ് പ്രഹ്ലാദനെ ശരിക്കും താഴ്ത്തിയിടുന്നത്. അതുപോലെ തന്നെ കൈകാലുകൾ കെട്ടി അഗ്നിയിലിടുന്നു. അഗ്നിസ്വരൂപനായിട്ടിരിക്കുന്നു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അഗ്നികൾ ദഹിപ്പിക്കുകയില്ല. ഭഗവത് ദർശനമുള്ള ഭക്തനെ അഗ്നി ദഹിപ്പിക്കുകയില്ല. അതുപോലെ മഞ്ഞുകട്ടയിൽ കിടത്തുന്നു, വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തുന്നു, പർവ്വതങ്ങളിൽ ഇടിച്ച് ദേഹത്തിടുന്നു. ഇവിടെ ഒന്നും ദോഷം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സർവത്ര ഭഗവത് മയമായിട്ട് പ്രഹ്ലാദനിരിക്കുന്നു. അതുകൊണ്ട് പ്രഹ്ലാദനിലിരിക്കുന്നതായ ഭഗവാൻ തന്നെ സകലത്തിലും ഇരിക്കുന്നു. ഭഗവാനില്ലാത്ത ഒന്നുമില്ല. യാതൊരു സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളും പ്രപഞ്ചശക്തികളും ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് പ്രഹ്ലാദൻ കാണുന്നില്ല. അവിടെ ഭഗവാൻ മാത്രമേയുള്ളൂ. ഇത്രയൊക്കെ ആയപ്പോൾ ഹിരണ്യകശിപുവിന് ഭയമായി, മനോചിന്തയായി, മരണദുഃഖമായി. അപ്പോൾ ആ സ്മരണയുണ്ടായി, തനിക്ക് ഇവൻ നിമിത്തം മരണമുണ്ടാകുമെങ്കിൽ ഭഗവത് ദർശനത്തിന് തനിക്കും സമയമായി എന്നുള്ള വിചാരത്തിലേക്ക് എത്തിച്ചേരുക. പിന്നീട് രാജധർമ്മങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് പുത്രൻ. അവിടെ പഠിപ്പിക്കുന്നത് രാഗദ്വേഷാദികൾ നിറഞ്ഞിരിക്കുന്നതായ ആസുരധർമ്മങ്ങൾ കെട്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെ മറ്റൊന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ധാരാളം അസുര വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. ഈ അസുര ഗുരുക്കന്മാരില്ലാത്തതായ സമയത്ത് ആ കുട്ടികളെയെല്ലാം വിളിച്ചു വരുത്തി പ്രഹ്ലാദൻ അവർക്കെല്ലാം ഭഗവത് ഭക്തി ഉപദേശിച്ചു കൊടുക്കുക. ഭഗവാനാണ് നിത്യനും ശാശ്വതനുമായിട്ടുള്ളവൻ. ഭഗവാനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യമായിരിക്കുന്ന ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. പിന്നെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം ശരീരം നശിച്ചു പോകുന്നതാണ്. പ്രഹ്ലാദൻ സതീർത്ഥ്യന്മാരായ കുട്ടികളോട് പറയുകയാണ്. അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെയെല്ലാം ഉണ്ടായി അവസാനം ഈ ശരീരം നശിച്ചു പോകും. അതുകൊണ്ട് ഈ കൗമാരപ്രായത്തിൽ തന്നെ നമുക്ക് ഭഗവത് ഭക്തി വളർത്തണം. നമ്മളെല്ലാം കുട്ടികളെ ഈശ്വരകാര്യവും തത്വവിചാരവും ഒന്നും പഠിപ്പിക്കാറില്ല. അവൻ വല്ല സന്യാസിയുമായി പോയാൽ അപകടം. നമ്മൾ പ്രായം ചെന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ളതായ ഒരു പരിപാടിയായി ഭക്തിയെയും വിശ്വാസത്തെയും ആശ്രമത്തെയും മാറ്റിയിരിക്കും. ഇവിടെ പ്രഹ്ലാദൻ പറയുന്നതായ കാര്യത്തെ നമ്മൾ പ്രധാനമായിട്ടെടുക്കുക. കൗമാരകാലത്ത് തന്നെ ഭഗവാനിൽ ഭക്തി വളർത്തണം, ശാസ്ത്രങ്ങളും തത്വങ്ങളും പഠിപ്പിക്കണം കുട്ടികളെ. ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ നമുക്ക് ബലവത്തായിട്ടിരിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ സൂക്ഷ്മങ്ങളായിരിക്കുന്നത്, ചെവികൾ തത്വത്തെ കേൾക്കുവാൻ ശക്തിയോടുകൂടി ഇരിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ ബലത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭഗവത് ഭക്തി ഉറപ്പിക്കണം. ഇന്ദ്രിയങ്ങളെല്ലാം ബലക്ഷയമായി മരണം കാത്തിരിക്കുമ്പോൾ ചെയ്യേണ്ടതല്ല ഭഗവത് ഭക്തിയും വിചാരവും തത്വവിചാരവുമെല്ലാം. പ്രധാനമായിട്ട് അത് ഊന്നി പ്രഹ്ലാദൻ പറയുകയാണ്, ഈ കൗമാരകാലത്ത് തന്നെ നിങ്ങൾ ആ ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കണം, തത്വശാസ്ത്രത്തെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടവണ്ണം
ആ അസുര ബാലന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അതവർ കേട്ട് അവരുടെ അസുര ഗുരുക്കന്മാരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരും ആ ഹരിഭജനവും ഹരിസ്മരണയും ആ തത്വവിചാരവും എല്ലാം അവർ തുടങ്ങുകയാണ്. ആ ഭഗവത് ധർമ്മത്തെ, ആ ഭാഗവത ധർമ്മത്തെ മനുഷ്യജന്മത്തിൽ മാത്രമല്ല ഓരോ ജന്മത്തിലും എങ്ങനെ ചെയ്യാമെന്ന് പറയുക. അങ്ങനെ ഭഗവാൻ സന്തോഷിച്ചാലാണ് നമുക്ക് ഈ ജീവിതം തന്നെ സന്തോഷപൂർണ്ണമാകുന്നത് എന്നവരെ പഠിപ്പിച്ച് അതിലവർ വിശ്വസിച്ച് പോകുന്നതോടുകൂടി ആകെ പ്രശ്നമാവുക. ഇനി തുടർന്നുള്ളതായിരിക്കുന്ന ആ ഭാഗത്തൂടെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പ്രഹ്ലാദനെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ പിതാവ് വിളിച്ചു വരുത്തി വളരെയധികം ശാസിക്കുകയും പലവിധമായി അവർ തമ്മിൽ നടത്തുന്ന ചെറിയൊരു ആത്മീയ സംവാദവും ഇവിടെ ശ്രദ്ധേയമാണ്. പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളാണ് ഇവിടെ ഈ പരസ്പര ഈ വാദപ്രതിവാദത്തിൽ ശ്രദ്ധേയമായിട്ട് ഉയർന്നു വരും. അതിലൊന്ന്, ശത്രുവായിരിക്കുന്ന എല്ലാവരെയും കീഴടക്കിക്കൊണ്ട് ശത്രുരാജ്യങ്ങളെയും ശത്രുരാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ദിഗ്വിജയം നേടിയതായ തൻ്റെ പിതാവ് അസുരാധിപനായിരിക്കുന്ന ഹിരണ്യകശിപു യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ശത്രുക്കളെ കണ്ടറിയുവാനോ അവരോട് യുദ്ധം ചെയ്യുവാനോ അവരെ പരാജയപ്പെടുത്തുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുത്രനായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ ഉയർത്തുന്ന ഒരു പ്രധാന ചിന്ത. ഏറ്റവും ഒരു ജീവന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഷഡ്വൈരികളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ഷഡ്വൈരികളാണ് നമുക്ക് പലവിധമായിരിക്കുന്ന നാശത്തിനും ലോകദുഃഖത്തിനുമെല്ലാം കാരണമാക്കി തീർക്കുന്നത്. ആ ഷഡ്വൈരികൾ സന്തത സഹചാരികളാണ്, നമ്മളോട് ചേർന്നിരിക്കുന്നതാണ്. മറ്റ് ശത്രുക്കളെല്ലാം ബാഹ്യമായിട്ടുള്ള സ്ഥൂല വ്യക്തികളോ പ്രവർത്തനങ്ങളോ മാത്രമാണ്. മറ്റ് രാജാക്കന്മാരെയും രാജ്യങ്ങളെയും പരാജയപ്പെടുത്തിയാലും നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ഷഡ്വൈരികളെ നശിപ്പിക്കാത്തിടത്തോളം കാലം ശത്രുക്കളില്ലാത്തവനല്ല, ശത്രുക്കൾ ഉള്ളവനാണ്. അതുകൊണ്ട് അങ്ങ് ഷഡ്വൈരികളെ തോൽപ്പിച്ചിട്ടില്ല, അവരാണ് യഥാർത്ഥ ശത്രുക്കൾ. അവരെ തോൽപ്പിക്കുക എങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് ആ മോക്ഷം, മുക്തി, ശാന്തി, സമാധാനം ഉണ്ടാവുകയുള്ളൂ, ഈശ്വര ദർശനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ദേഹാഭിമാനം കൊണ്ടും വാസനാ സംസ്കാരം കൊണ്ടും കർമ്മ സംസ്കാരം കൊണ്ടും താൻ മാത്രമാണ് ഈശ്വരൻ, തന്നെ കഴിഞ്ഞും മറ്റൊരു ജീവനില്ല എന്ന് അഹങ്കാരത്തിൻ്റെ ഉത്തുംഗത്തിലിരിക്കുന്നതായ ദേഹാഭിമാനിയായിരിക്കുന്ന ജീവൻ ചോദിക്കുകയാണ്, എന്നെ കൂടാതെ ഒരു ജഗദീശ്വരൻ എവിടെയുണ്ട് എന്നുള്ളത്. അതിന് സർവത്തിലും ഈശ്വരനെ ദർശിച്ചിരിക്കുന്നതായ ഭക്തൻ, ജ്ഞാനി പ്രഹ്ലാദൻ അറിയിക്കുകയാണ്, ഈശ്വരൻ എവിടെയും എല്ലായിടത്തുമുണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് കാണുന്നതായിരിക്കുന്ന ജ്ഞാനി ഇവിടെ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല? കസ്മാ സ്തംഭേന ദൃശ്യത്തെ, എന്തുകൊണ്ട് ഈ തൂണിലില്ല? സ്ഥൂലമായിരിക്കുന്ന ദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്തത് കൊണ്ട്, മായയാലും വാസനാബലത്താലും ദേഹാഭിമാനത്താലും അഹങ്കാരിയായിരിക്കുന്ന ജീവന് സർവ്വതിലും ഈശ്വരനെ അല്ലെങ്കിൽ പരമമായിരിക്കുന്ന ചൈതന്യത്തെ ദർശിക്കുവാൻ കഴിയുന്നില്ലാത്തത് കൊണ്ടാണ് കസ്മാത് സ്തംഭേ ന ദൃശ്യതേ, എന്തുകൊണ്ട് ഈ
തൂണിൽ കാണപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നത്? ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല എന്ന ദൃശ്യതയെ കാണപ്പെടുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ ആ സ്തംഭത്തിൽ നോക്കിയപ്പോൾ അതിൽ ഭഗവാനെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെ വന്ദിക്കുന്നു, കാണുന്നു, നമസ്കരിക്കുന്നു. ഭഗവാനെ ഞാൻ കാണുന്നുവെന്ന് പറയുന്നു. എന്തുകൊണ്ട്? തൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ഭഗവാനെ തൻ്റെ സങ്കല്പത്തിലൂടെ ആ തൂണിൽ സൃഷ്ടിക്കുകയാണ് പ്രഹ്ലാദനം ചെയ്യുന്നത്. മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായ ആ സ്ഥൂല ദൃഷ്ടികൾ കൊണ്ട് ആ ഭഗവാനെ പ്രഹ്ലാദൻ നോക്കിയതുപോലെ നോക്കുവാനും കാണുവാനും അസുരാധിപന് കഴിയുന്നില്ല. ഈ ദൃഷ്ടിദോഷമാണ് അവിടെ കാണുവാനും കാണാതിരിക്കുവാനും കാരണമായി തീർന്നിരിക്കുന്നത്. ഒരാൾ കാണുന്നു, മറ്റൊരാൾ കാണുന്നില്ല. ആ ദൃഷ്ടി ഭേദമാണ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് ആ വാളെടുത്തുകൊണ്ട് അലറിക്കൊണ്ട് പ്രഹ്ലാദനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായ ആ ഹിരണ്യകശിപു ആ വാള് പിടിച്ചുകൊണ്ട് ആ കൈകൊണ്ട് ശക്തിയായിട്ട് ആ തൂണിൽ ഇടിക്കുന്നതും, പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഭഗവാൻ അതിഭയങ്കരമായിരിക്കുന്ന ആ ശബ്ദത്തോടുകൂടി മേഘങ്ങൾ വലിയ ശബ്ദം പുറപ്പെടുവിക്കാറുണ്ടെന്ന്. ആ ശബ്ദം മുഴങ്ങുകയും ആ തൂണ് പിളർന്നുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ ഹിരണ്യകശിപു വിചാരം ചെയ്തത് ആ വിചാരത്തോടുകൂടി ഭഗവാൻ പുറത്തു വരികയും ചെയ്തു. നരസിംഹമൂർത്തി ഭഗവാൻ എന്നത് ഹിരണ്യകശിപുവിൻ്റെ സങ്കല്പത്തിലുണ്ടായ രൂപമാണ്. ആ രൂപത്തെ സങ്കല്പിച്ചത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ബ്രഹ്മാവിനോട് ചില ഡിമാൻഡുകൾ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന്. അപ്പോൾ നരസിംഹമൂർത്തി ഭഗവാന്റെ സ്ഥൂലമായിരിക്കുന്ന ആ സ്വരൂപത്തിൻ്റെ സങ്കല്പം ഉണ്ടായിരിക്കുന്നത് അസുരാധിപനിലാണ്. ആ സങ്കല്പമാത്ര സ്വരൂപനായിട്ട് ഭഗവാന് ദർശനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദർശനം കൊടുത്തുകൊണ്ട് എങ്ങനെയാണോ ആ സങ്കല്പിച്ചത് ആ സങ്കല്പത്തിൽ തന്നെ ആ ദേഹസംബന്ധമായിരിക്കുന്ന ആ അഹങ്കാരാദികളെ, ദേഹാഭിമാനത്തെ, ഷഡ്വൈരികളെ, കാമക്രോധാദികളെ ആ ദേഹത്തിൽ നിന്ന് അവിടുന്ന് വേർപെടുത്തി പരമമായിരിക്കുന്ന മുക്തിയെയും പരമമായിരിക്കുന്ന ആനന്ദത്തെയും നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതാണ് നമുക്കെല്ലാം ഏറ്റവും ഹൃദയഹാരിയായിരിക്കുന്ന ഭഗവാന്റെ നരസിംഹ അവതാരവും അതുപോലുള്ളതായിരിക്കുന്ന ആ ഹിരണ്യകശിപുവിൻ്റെ വധവും എല്ലാം. തുടർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ച് സ്തുതികളാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ളതായ സ്തുതികൾ. ബ്രഹ്മാവ് സ്തുതിക്കുന്നു, രുദ്രൻ സ്തുതിക്കുന്നു, ഇന്ദ്രൻ സ്തുതിക്കുന്നു, ഋഷികള്, പിതൃക്കള്, മനുക്കള്, പ്രജാപതികള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങൾ, ഓരോരോ സ്തുതികളാണ് പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പല പല ദേഹ അഭിമാനികളായിരിക്കുന്ന, നാഗശരീരത്തിൽ അഭിമാനികളായിരിക്കുന്ന, അതുപോലെ തന്നെ ദേവശരീരത്തിൽ അഭിമാനികളായിരിക്കുന്ന, അങ്ങനെയുള്ളതായിരിക്കുന്ന പല പല ദേഹാദികളിൽ അഭിമാനികളായിരിക്കുന്ന ഭക്തന്മാരുടെ സ്തുതികളാണ് പിന്നീട് ഭഗവാനെ കുറിച്ചിട്ടുള്ളത്. മഹത്തായിരിക്കുന്ന വേദാന്ത ദർശനം അതുപോലെ തന്നെ ഭക്തിയും നമുക്ക് ഈ സ്തുതികളിലൂടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് അപ്പോൾ ഭഗവാന്റെ ഈ രൂപം അതുകൊണ്ട് ലോകമെല്ലാം ഭയക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇവരെല്ലാവരും, ഈ ഋഷിമാരും ബ്രഹ്മാവും രുദ്രനും പിതൃക്കളും സിദ്ധന്മാരുമൊക്കെ ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് ഭയക്കേണ്ട കാര്യം?
ഇത് ഭഗവാനാണെന്നറിയാം, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ളതാണ് എന്നറിയാം. പക്ഷേ എന്തുകൊണ്ട് ഭയക്കുന്നു? ഭഗവാനാണ് എന്നറിയാമെങ്കിലും ഭഗവാനിലുള്ളതായ വിശ്വാസത്തിൻ്റെ ദൃഢതയില്ല. അതുകൊണ്ടാണ് അവർക്കെല്ലാം ഭയക്കേണ്ടി വരുന്നത്. എന്നാൽ ഇത് ഭഗവാനാണ് എന്ന് ഭഗവത് ഭക്തിയിലും വിശ്വാസത്തിലും ദൃഢതയുള്ളതായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന മനസ്സോടും ആ 5 വയസ്സ് മാത്രം പ്രായമുള്ളതായിരിക്കുന്ന പ്രഹ്ലാദനെ പ്രേരിപ്പിച്ചാണ് ഭഗവത് സന്നിധിയിലേക്ക് വിടുന്നത്. മറ്റുള്ളവർ ആ കണ്ട മാത്രയിൽ തന്നെ ആ ഭഗവാൻ തൻ്റെ ആ ഉഗ്രമായിരിക്കുന്ന മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതായിരിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപ ദർശനം കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയൊരു രൂപപ്രദർശനം, അതിൽ ശാന്തനാവുകയും ആ പ്രഹ്ലാദനെ ഭക്തിപൂർവം വിളിച്ചു മടിയിലിരുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ഭാഗങ്ങളിൽ ആ പ്രഹ്ലാദ സ്തുതിയോട് കൂടിയിട്ടാണ് ഈ ഭാഗങ്ങൾ അവസാനിക്കും. പിന്നെ ഈ സപ്തമസ്കന്ധത്തിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിൽ വരുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ ഭാഗത്തിലൂടെ പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതായ വിചാരങ്ങൾ, കർമ്മവാസന ബീജങ്ങൾ, അത് നശിക്കാതെ ഭഗവത് ഭക്തി ഉണ്ടാവുകയില്ല. കർമ്മവാസന ബീജങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഠിനമായിരിക്കുന്ന പരിശ്രമങ്ങൾ ഭക്തന്മാർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തെ ഉപദേശങ്ങളിലൂടെ ഭക്തിയും കർമ്മവും ജ്ഞാനവും ഈ 3 മാർഗവും ഉപദേശിക്കപ്പെടുന്നുണ്ട്. ഭക്തിയുടെ പൂർണ്ണതയ്ക്ക് വിശ്വാസവും, കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ത്യാഗവും, ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വൈരാഗ്യവും ആവശ്യമാണ് എന്ന് പ്രഹ്ലാദ സ്തുതികളിലൂടെ വ്യക്തമാണ്. വിശ്വാസമില്ലെങ്കിൽ ഭക്തി പൂർണ്ണമാവുകയില്ല. സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നതായ സുഖം കൊണ്ട് അതിൽ ഭ്രമിച്ചിരിക്കുന്നതായ ജീവന്മാർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമോ ദർശനമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിൽ ഈശ്വര ദർശനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭക്തിയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ ഭക്തിയിലൂടെ ഭഗവത് ദർശനം ഉണ്ടാവും. അതുപോലെ കർമ്മത്തിലൂടെയും ഉണ്ടാവും. പക്ഷെ ആ കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം. ഇവിടെ ഹിരണ്യകശിപു ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ഭഗവാനെ നശിപ്പിക്കുക എന്നുള്ള വിരോധ ഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരു ഫലവും ഉദ്ദേശിക്കാതെ വേണം, ഫലകാംക്ഷയില്ലാതെ വേണം കർമ്മങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ മാത്രമേ കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സകല കർമ്മങ്ങളും ത്യാഗമായിട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങൾ വിരോധപൂർണമായിരിക്കുന്ന ഫലത്തെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതുപോലെ തന്നെ ജ്ഞാനത്തിന് അടിസ്ഥാനം വൈരാഗ്യമാണ്. അതാണ് വനത്തിലേക്ക് പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വൈരാഗ്യമുണ്ടാകണമെങ്കിൽ വിഷയങ്ങളിൽ നിന്ന്, സ്ഥൂലമായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാകുന്നതായ സുഖത്തിൽ ഭ്രമിക്കാതെ അവയെ ത്യജിച്ചുകൊണ്ട് നിത്യവും സത്യവും ശുദ്ധവുമായിരിക്കുന്ന പരമാത്മാവിനെ ആശ്രയിക്കുവാനും ഈ വിഷയസുഖങ്ങൾ, പരസുഖങ്ങളെല്ലാം വ്യർത്ഥമാണ്, നശിക്കുന്നതാണ്, ദുഃഖഹേതുകങ്ങളാണ് എന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് ആ വിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടായെങ്കിൽ മാത്രമേ ജ്ഞാനത്തിലേക്ക് വഴിതെളിയുകയുള്ളൂ എന്നാണ്. ഇങ്ങനെ ഈ 3 മാർഗത്തിലൂടെയും ഭഗവാനെ പ്രാപിക്കാം എന്ന് ഇതിലൂടെ ഇരിക്കും. അപ്പോൾ ഈശ്വരനെ പറ്റിയിട്ട് നമുക്ക് ബോധമുണ്ടെങ്കിലും വിശ്വാസം ദൃഢമായിട്ട് ഉണ്ടാകണം എന്ന് ആ പ്രഹ്ലാദൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. അതുപോലെ ഭഗവത് ഭക്തനായിരിക്കുന്ന സാധകൻ ജീവിതത്തിൽ നേരിടേണ്ടതായിരിക്കുന്ന വൈഷമ്യങ്ങളെ ഭഗവാൻ തന്നെ നിറവേറ്റി സകല ദുഃഖങ്ങളിൽ നിന്നും സകല ആപത്തുകളിൽ നിന്നും ഭക്തനെ രക്ഷിച്ച് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭക്തന്മാർക്ക് എക്കാലത്തും ഭഗവത് ചരണങ്ങളിൽ അഭയം കൊടുക്കുന്നു എന്നുള്ളതും
ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഭഗവാനെ കുറിച്ചിട്ട് വളരെ പ്രധാനമായിരിക്കുന്ന ഈ കഥാതന്തു, ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും അടങ്ങിയിരിക്കുന്നതായ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന വിചാര പദ്ധതികളും നമ്മളുടെ ഓരോരുത്തരുടെയും സാധനാ പന്ഥാവിൽ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാക്കുകൾ ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ വിചാരസത്രത്തിൽ വളരെ ഏതാണ്ട് 500ഓളം ശ്ലോകങ്ങൾ വരും ഈ പ്രഹ്ലാദ ചരിതം തന്നെ. അതിലൊരുപാട് ആന്തരിക അർത്ഥമുണ്ട്, ഭക്തിയുണ്ട്, വളരെ മനോഹരമായിരിക്കുന്ന വ്യാഖ്യാനമുണ്ട്. ഇതിനെ ആസ്പദമാക്കി ധാരാളം കഥകളും സിനിമകളും നോവലുകളും സീരിയലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആന്തരിക അർത്ഥത്തെ എല്ലാവരും മനസ്സിലാക്കുക. ആ പ്രഹ്ലാദൻ്റെയും ഭഗവാന്റെയും എല്ലാം അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. ഭക്തന്മാരോടൊപ്പം ഇപ്പോൾ ഇത്ര നേരം ഭഗവാനെ വിചാരം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. സംപൂജ്യ സ്വാമിജിമാരുടെ പാദാര ബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ സമീക്ഷാസത്രത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന പരമപൂജനീയ ഭൂമാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ വസിക്കുന്നതായ നിലമ്പൂർ ശ്രീരാമാനന്ദാശ്രമത്തിൽ കഴിഞ്ഞിടെ ഒരു യാഗം നടക്കുകയുണ്ടായി. ആ വലിയ യാഗത്തിൽ ഇവിടെ നിന്ന് പരമപൂജനീയ കാരുണ്യവാരിധിയായ സ്വാമിജി 1000ഓളം ഭക്തന്മാർക്ക്, സാധുക്കളായിരിക്കുന്ന ആദിവാസികൾക്കും എല്ലാം വിതരണം ചെയ്യുവാൻ ആവശ്യമായ വസ്ത്രങ്ങളും മറ്റും എത്തിച്ച് വിരജാനന്ദ സ്വാമി എല്ലാം അത് വിതരണം ചെയ്തു. അതിൻ്റെ ആ ഭക്തന്മാരുടെ എല്ലാം നന്ദിയും കടപ്പാടും കൂടി സ്വാമിജിയോടും ഈ സ്ഥാപനത്തോടും ഈ അവസരത്തിൽ സ്മരിച്ചുകൊള്ളുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം ഹരി.